പണ്ട് മുതലേ സിനിമയിൽ കാണുന്ന ഒരു ആക്ടർ, നമ്മൾ 4 മണിക്ക് മറ്റേ ഞായറാഴ്ച ടി വിയിൽ കാണുന്ന ഒരു ആക്ടറിന്റെ കൂടെ പേടി എന്നുള്ള പടം ഇല്ലെങ്കിലാണ് പേടി. പടം വന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയുണ്ടായിട്ടില്ല. പുള്ളി അടിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിനെ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം പുള്ളി ഭയങ്കര നീറ്റ്, പുള്ളി കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു കുറിയൊക്കെ ആ ഒരു രീതിയിലാണ് നിൽക്കുക. അപ്പം ചാവേര് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ആൾക്കാർ കൈയടിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഞാൻ ചെയ്തോണ്ട് കൈയടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. നീ എവിടെ പോയിടാ, ഞാൻ ഇടില്ല, നീ ഏടില്ലേ എന്ന് ചോദിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. ജാനമൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്ന 5 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. 5ാമത്തെ ഒരു എടാ നീ അപ്പഴനായിട്ട് എന്താടാ, ഞാൻ പറഞ്ഞെന്താ ഞങ്ങള് കല്യാണം കഴിക്കണോ, നീ കല്യാണം കഴിക്കോ, ഞാൻ പറഞ്ഞ കഴിക്കടാ. 2 ഗ്ലാസ് മോര് പിടിച്ചിട്ടാണ് രജനി സാറിനെ കാണല. ദീപക് കൂടെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിച്ചാൽ ഏറ്റവും ഇപ്പോൾ ഒരു സ്റ്റണ്ടായിട്ട് നോക്കി നിന്ന ഒരു പെർഫോമൻസ് ഇതുവരെയുള്ള സിനിമകളിൽ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദീപകിനെ വളരെ അധികം ഒരു അട്രാക്ട് ചെയ്തൊരു പെർഫോമൻസ് ആരുടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് തന്നത് കൂടെ പെർഫോം ചെയ്ത സീനിൽ? ഞാൻ ശരിക്കും സീനിയറായിട്ട് ഒരു സിനിമ ചെയ്ത് മമ്മൂക്കയുടെ കൂടെയാണ്. ഉറപ്പായിട്ടും അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആക്ച്വലി നമ്മൾ ഒബ്വിയസ് ആണ്. ഉറപ്പായിട്ടും അത് നമ്മൾ അതായത് ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ സിംഗ് സൗണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനും മമ്മൂക്ക ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി പുള്ളി കുറേ ലെങ്തി ഡയലോഗുകളുണ്ട് മറ്റേ ഇതിൽ. ഇങ്ങനെ അപ്പോൾ ഉത്തരവില്ല, അപ്പോൾ ഇത് എവിടെയായിരുന്നു, അതൊക്കെ കറക്റ്റ് നമ്മളൊരു മീറ്ററിൽ കാണുന്ന സമയത്തും നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്തുള്ള വ്യത്യാസം നമ്മൾ കാണുമ്പോഴേ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ചേഞ്ച് അല്ല ശരിക്കും ആക്ച്വലി സ്ക്രീനിൽ കാണുന്ന സമയത്ത്. അതായത് കറക്റ്റ് എവിടെ പോസ്റ്റ് ചെയ്ത് എങ്ങനെ ലുക്ക് എന്ത് പരിപാടി എന്നുള്ളത് ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് അത്രയും ഉള്ള അല്ല അങ്ങനെയല്ല, അങ്ങനെ ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമുക്കിങ്ങനെ നമ്മൾ പണ്ട് മുതലേ സിനിമയിൽ കാണുന്ന ഒരു ആക്ടർ, നമ്മൾ 4 മണിക്ക് മറ്റേ ഞായറാഴ്ച ടി വിയിൽ കാണുന്ന ഒരു ആക്ടറിൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ഞാൻ പറഞ്ഞു അന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അന്ന് 2-3 സിനിമയല്ലേ മമ്മൂക്കയുടെ കൂടെ? അതായത് ക്രിസ്റ്റഫർ 3 സിനിമ അഭിനയിച്ചു. ഗ്രേറ്റ് ഫാദറും പിന്നെ കണ്ണൂർ സ്ക്വാഡും. അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ബാക്കിയൊക്കെ അഭിനയിച്ചതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരും ഈ പറയുന്ന അടുത്തുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇത് നമുക്കിടെ കൂടെ ഇപ്പം മഞ്ഞമ്മലായിരിക്കുമല്ലോ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പഠനമൊക്കെ ആവശ്യം വന്നൊരു സിറ്റുവേഷൻ. ആ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. അപ്പം എനിക്ക് അതാണോ അതോ വേറെ ഏത് ക്യാരക്ടറാണ് ഇപ്പോൾ ദീപകിന് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഏറ്റവും പേടി തോന്നിയോ അല്ലെങ്കിൽ ഒരു ചാലഞ്ചായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും? പേടി അങ്ങനെ പരിപാടിയൊന്നും തോന്നുന്നു. അതായത് പേടി എന്നുള്ള പടം ഇല്ലെങ്കിലാണ് പേടി. പടം വന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയുണ്ടായിട്ടില്ല. അതായത് നമ്മൾ കുറെ കാലം വെറുതെ ഇരിക്കുമ്പോൾ ഒരു പടം ഇല്ല, പിന്നെ പേടിയാവും. പിന്നെ ചിലപ്പോൾ ചില പടങ്ങളിൽ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊക്കെ വരും, ഭയങ്കര സെറ്റായിട്ടൊക്കെ വന്ന് പൈസയുടെ കാര്യമൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും പിന്നെ അതാണ് ഒരു ഭയങ്കര പേടി. ഇവര് സംസാരിച്ച് അവസാനം നമ്മൾ ഇന്നലെ, അതായത് ഫസ്റ്റ് സിനിമയാണ് എൻ്റെ എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലൊക്കെ എനിക്ക് തോന്നുന്നു, ദൈവമേ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഫസ്റ്റ് സിനിമ അഭിനയിക്കുന്ന പോലെയാണ് ഇവരെന്നോട് സംസാരിക്കുന്നത് തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ അത് ഒരു ഭയങ്കര പേടിയില്ല. പക്ഷെ ക്യാരക്ടർ ഏറ്റെടുക്കാൻ എനിക്ക് ഇതുവരെ ഫുൾ ധൈര്യം. പിന്നെ എന്തും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തും കിടിലായിട്ട് അഭിനയിക്കുന്നുള്ളൊരു ഇതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ കാര്യങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം മഞ്ഞുമ്മൽ ചെയ്യുന്ന സമയത്ത്, മഞ്ഞുമ്മലിന് മുന്നേ ആക്ച്വലി ഇവരുടെ എല്ലാവരുടെയും വീഡിയോസ് ഒരു ഡോക്യുമെന്ററി പോലെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഷൂട്ടിന് മുന്നേ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഐഡിയ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. ഇയാളുടെ വൃത്തിയും അത് അതിൽ ഡോക്യുമെന്ററിയിലൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇവൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ ക്യാരക്ടറിന് സുധീനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ സെറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തുടക്കത്തിലൊന്നും കണ്ടിട്ടില്ല. പുള്ളി ഒന്ന് ന്യൂസിലാൻഡിൽ പുള്ളി പുറത്താണ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഇവനിങ്ങനെ പറഞ്ഞു, ഇപ്പം പുള്ളി അടിക്കും. ഇവര് കൂട്ടത്തിൽ എല്ലാവരും നല്ല എല്ലാവരും അടിക്കുക. എല്ലാവരും 30 അപ്പൊ ഇവര് അതായത്
പുള്ളി അടിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിനെ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം പുള്ളി ഭയങ്കര നീറ്റ്, പുള്ളി കുളിച്ചിട്ടൊക്കെ വന്ന് ഒരു കുറിയൊക്കെ ആ ഒരു രീതിയിലാണ് നിൽക്കുക. അപ്പം ഈ കണ്ണട ഇവൻ എക്സ്ട്രാ ആഡ് ചെയ്തതാ. എന്നിട്ട് തോന്നുന്നു ഒരു കണ്ണട വെച്ചോ ഒരു ചേഞ്ചിന്. ഞാൻ പുള്ളിക്ക് കണ്ണട അല്ല അത് കുഴപ്പമില്ല, നമുക്കൊരു ക്യാരക്ടർ ലുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ കുറിയും കണ്ണടയും. അപ്പം അങ്ങനെ ചെയ്തതാ. പിന്നെ അതിലങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിനൊന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഫസ്റ്റ് തന്നെ ഉള്ളൊരു ഈ നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കുട്ടൻ വാള് വെച്ചിട്ട് നമ്മൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് കയ്യിൽ അത് നോർമലി ഞാൻ ആദ്യം ഇരുന്നത് ഫസ്റ്റ് ടേക്കിന് ആക്ച്വലി ഞാൻ നടുവിൽ ഇപ്പുറത്തെ സൈഡിലാണ് പറ്റുക. അപ്പൊ ഇറങ്ങി വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇറങ്ങി വന്നു. ഈ 11 ആൾക്കാർ ഈ വണ്ടി കയറി. അപ്പോൾ എവിടെ സീറ്റ് ഇട്ടെന്ന് വെച്ചിട്ട് അതിന് ഇരിക്കുക. അങ്ങനെ ഇന്ന പൊസിഷൻ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ കയറിയപ്പോൾ ഇപ്പുറത്തെ സൈഡിലായി. പിന്നെ നോർമലി അതെന്തോ സംഭവിച്ചു പോയതാ. പെട്ടെന്ന് ഡോർ അടയ്ക്കുന്ന സമയത്ത് കയ്യിൽ പറ്റി ഇതാക്കുന്ന ഒരു സാധനം സംഭവിച്ചു പോയതാ. നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യം. പക്ഷെ ഞാനിത് ആദ്യം കയറി അടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സാധനം ഉണ്ട്. ഇറങ്ങുമ്പോൾ ആ ഒരു സാധനം യൂസ് ചെയ്തു. അത് നമ്മൾ എവിടേക്കോ ഇപ്പം ഫസ്റ്റ് സിനിമയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് കിട്ടൂല. അത് കുറച്ച് സിനിമകൾ ചെയ്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളതും അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ച ഒരു പരിപാടികൾ. പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയാണ്. പിന്നെ അത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ക്യാരക്ടറൊന്നുമല്ല. സാധാരണ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പറഞ്ഞു പോലെ ആ ഡയലോഗ് സുഭാഷ എന്ന് വിളിക്കലേ ഉള്ളൂ. അതായത് ഈ ഇറങ്ങി വരുന്ന സമയത്ത് അതായത് ഒരു കുറച്ച് കുഴിയിലെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ സൗണ്ട് ത്രോ കൂട്ടണം. ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ആൾക്കാരുടെ ഇടയിൽ ഇമ്പാക്ട് ഉണ്ട്. നീ ഇറങ്ങിയില്ല ഞാൻ അത് ശരിക്കും ഇപ്പോ അത് ആ ഡയലോഗ് ഇപ്പൊ ഈ തട്ടത്തിൻ മറത്തിലെ കേസ് പറഞ്ഞ പോലെ തന്നെ അത് ആ പോയിന്റില് ആൾക്കാരെല്ലാരും പ്രതീക്ഷിച്ചിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങൂടാന്നുള്ള മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളത് പറഞ്ഞ ആൾക്കാർക്ക് ഇത് നമ്മളൊന്നും പറഞ്ഞില്ല. ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദീപക് കുറെ സിനിമകളിൽ ഇപ്പൊ നായകന്റെ കൂടെ ഏറ്റവും നായകനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടുകാരനായിട്ട് ഇപ്പോൾ ബീറ്റൊക്കെ ആയാലും തട്ടത്തിന്മറത്തിലായാലും മഞ്ഞമ്മലിലായാലും എല്ലാം ദീപക് വന്നു കഴിഞ്ഞാൽ ഒരു ധൈര്യം വരുന്ന ഒരു പോയിന്റിലാണ് ദീപക് വളരെ കൂടുതൽ ഒരു സപ്പോർട്ട്, ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് വരാറുണ്ട്. അതിന്റെ ഈ പറയുന്ന പോലെ ചാവേറിലൊരു ചാവേറിലും അതെ ഓപ്പോസിറ്റ് ഐഡിയോളജീസ് നിൽക്കുന്ന ആൾക്കാരാണ്, പക്ഷെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ അതായത് പക്ഷെ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാവേറ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ആൾക്കാർ പക്ഷെ അത് ഞാൻ ചെയ്തുകൊണ്ട് കൈടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ആ പോയിന്റിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണല്ലോ ഉറപ്പായിട്ടും നമുക്ക് അറിയാതെ ഉള്ളിൽ കൈയടി വരുന്നത്. ഇതിൽ നിന്ന് പൊക്കി മറ്റേ നമ്മള് ഗുണാക്കേവ് അല്ല ഈ പറയുന്ന കുഴിയിൽ നിന്ന് പൊക്കി എടുക്കുന്ന സമയത്തും അവരൊക്കെ ഈ പറയുന്ന എല്ലാവരും പിടിച്ചു. ഇപ്പൊ തിയേറ്ററിൽ പടം കാണുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഈ റോപ്പുള്ളൊരു ഫീലാണ്. അപ്പൊ അവരെല്ലാവരുടെ എഫേർട്ടിൽ ഇത് ചെയ്തു എന്നുള്ളൊരു ഫീല് തോന്നി. എനിക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് ആ പടം ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിതുവിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ വലിക്കുന്ന സമയത്ത് അവിടെ കയ്യിലൊരു റോപ്പുള്ള ഫീൽ ഉണ്ടാ, നമുക്കത് ഫീൽ ചെയ്യാം. അത് വലിച്ചമ്മൾ എടുക്കുന്നു എന്നുള്ള സാധനം അതൊന്നാമത് ആ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലും സിനിമയുമാണ്. ഇപ്പൊ ഞാൻ ഒരു മോശം സിനിമയിൽ ഒരു സുഹൃത്തായിട്ട് അഭിനയിച്ചു അവിടെ ആരും ഒന്നും പറയില്ല, സിനിമ അല്ലായതുകൊണ്ട് വർക്കൗട്ടാവുന്നത്. അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്യാതറിംഗ് ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ഒരു ബെൽറ്റ് തന്നെ ഉണ്ടെന്നൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നുണ്ടല്ലോ. ചിദംബരമായാലും മൃദുലായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഒരു വെബ് സീരീസ് ചെയ്തിരുന്നു. നിങ്ങളുടെ ഒരു ഇത് നിങ്ങളെല്ലാം പണ്ടുപോലെ പരിചയക്കാരാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇത് ഫോമായി വന്നത്? മൃദുല എല്ലാ സിനിമയിലും ദീപക് ഉണ്ട്, ഇപ്പോൾ ചിദംബരമായിട്ടും വർക്ക് ചെയ്യുന്നു. മൃദുല വേറെയും ഇഷ്ടംപോലെ പേരുണ്ട്, പയ്യന്നൂരും കണ്ണൂരും ഒക്കെ ആയിട്ട് എല്ലാവരും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടാറുണ്ടെന്നറിയാം. അത് എനിക്ക് തോന്നുന്നു നീ എവിടെ പോയിടാ ഞാൻ ഏടില്ല നീ ഏടില്ലേ എന്ന് ചോദിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിലെല്ലാം ഉണ്ട്. ഇപ്പൊ ആ ഒരു ബന്ധം കണ്ണൂർക്കാർക്ക് തമ്മിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ മൃദുലിനെ വിളിക്കുന്ന സമയത്ത് നീ ഏടില്ലേ, നീ ഇവിടെ പൈരൂരാന്ന് എന്ന് ചോദിക്കുമ്പോ ഓക്കെ പൈരൂരുണ്ടല്ലേ ആട്ടിലുണ്ടെന്നുള്ള പറയുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അല്ല, മൃദുലിന് എനിക്ക് പണ്ട് മുതലേ പരിചയമില്ല. അതായത് ഞാൻ തിരയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ധ്യാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മൃദുല് ഒരു പടം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്ന് ബിടെക് അതായത് തിരയൊക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ അതിൻ്റെ തിരയുടെ പ്രൊമോഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് മൃദുലിനെ അറിയില്ല. VKP സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, ആഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം.
കുറെ കഴിഞ്ഞിട്ടാണ് ബിടെക്കിന് ഒരു ദിവസം പയ്യന്നൂർ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ ഇനി വിളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതെയാ, അപ്പൊ മുതലും നമ്മൾ അറിയുന്ന ആൾക്കാരെ പോലെ ആയി. പിന്നെ അതൊരു നമ്മൾ മുതലായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ചിതുവിനെയും ഗണുവിനും എനിക്ക് പണ്ട് മുതലേ അറിയാം. ഞങ്ങള് എൻ്റെ ബാബുമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ മാമനുണ്ട്, മാമന്റെ വൈഫിന്റെ ചേച്ചിയുടെ മക്കളാണ് ഇവർ. അപ്പൊ ചെറുപ്പം മുതലേ എനിക്ക് ഇവരെ അറിയാം. ഇപ്പം ഗണുവും ചിതുവും പിന്നെ സിദ്ധു ഗൗതം ഇവർ 4 പേര് ഒരുമിച്ചാണ് ഫുൾ ടൈം ഉണ്ടാവാറ്. അപ്പം പണ്ട് ഇവര് ട്രിവാൻഡ്രത്താ താമസിച്ചുകൊണ്ടിരുന്ന കുറെ കാലം. അപ്പോൾ ഈ ഗണു നമ്മൾ ആ വീട്ടിൽ പോകുന്ന സമയത്ത് ഗണു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗണുവിന്റെ ചെറുപ്പത്തിൽ ഭയങ്കര രസമുള്ള സംസാരമാണ്. അപ്പൊ അവൻ ആ പയ്യന്നൂർ ഭാഷയൊന്നും ചെറുപ്പത്തില് സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിനൊക്കെ മുന്നേ അപ്പൊ ഭയങ്കര രസമാണ് അവന് സംസാരം കേൾക്കാൻ. അത് ട്രിവാൻഡ്രത്ത് നമ്മളൊരു സ്ലാങ് ഡിഫറൻസ് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. നമ്മൾ പയ്യന്നൂർ കണ്ണൂർ അല്ലാണ്ട് വേറൊരു സംഭവം കേട്ടിട്ടേ ഇല്ല. അപ്പൊ അത് ഭയങ്കര രസമുണ്ട്. അന്ന് മുതലേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അങ്ങനെ നമുക്കൊരു ഇഷ്ടം തോന്നി ചെക്കനെന്ന് വെച്ചാൽ വലിയ പ്രായക്കുറവൊന്നുമില്ല. പക്ഷെ ഇവർ രണ്ടാൾക്കാരും ഇപ്പം എനിക്ക് ചിതു സിനിമ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വെബ് സീരീസ് ചെയ്യുന്ന സമയത്ത് ചിതു അതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് അവൻ ക്യാമറ രാജീവ് ഒക്കെ വർക്ക് ചെയ്താൽ അപ്പോൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്കറിയില്ല ഇവൻ സിനിമയിൽ പരിപാടി എന്താണ് ചെയ്യാന്ന്. അല്ല സിനിമയിലാണെന്ന് ഇവൻ്റെ അച്ഛൻ സതീഷേട്ടനൊക്കെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഗണു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള. ഗണു ഞാൻ അഭിനയിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ സീനിയർ ഉറപ്പായിട്ട് സീനിയറാ. അപ്പൊ ചിതുവിന് എനിക്ക് അറിയില്ലായിരുന്നു സിനിമയിൽ ഇങ്ങനെ സിനിമ ചെയ്യുമോ. അവൻ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ചിതു. പക്ഷെ ഞാൻ ജാനമൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്ന 5 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. 5ാമത്തെ ഒരു ഫൈനൽ ഒരു എൻഡിങ്ങിൽ അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതുമല്ല, ഞാൻ ഈ ജാനമന്റെ കഥ ഒരു പ്രാവശ്യം നമ്മുടെ സണ്ണിച്ചനായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മള് റിട്ടേൺ എന്ന് പറഞ്ഞ ആൽബം ചെയ്തിട്ടുണ്ട് മൃദുല്. അപ്പൊ അതിന്റെ പാക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ചിതു ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ജനനും ഒരു സ്ഥലത്ത് മരണം. അന്ന് എനിക്ക് ആ സിനിമ പകുതി ഞാൻ കേട്ടപ്പോൾ എനിക്ക് ബോറടിച്ചു. അതായത് അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞ കഥയല്ല കേട്ടോ, ചുമ്മാ അവന് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു പരിപാടി. അപ്പൊ അന്ന് ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ലേറ്റ് നൈറ്റ് ആണ് കേൾക്കുകയും ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കേട്ടപ്പോൾ എനിക്ക് ഞാൻ പോയി കിടക്കട്ടെ, ഞാൻ പോയി കിടന്ന്. പക്ഷെ അത് സിനിമയായിട്ട് കണ്ടപ്പോഴേ അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള സിനിമയായിട്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ അതായത് ഈ മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞ സിനിമ ഓണാവാനുള്ള എല്ലാ പരിപാടിയും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അവൻ അത്രയും കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന വലിയൊരു സിനിമയായിട്ട് സെക്കൻഡ് സിനിമ പറയണമെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നൊരു സിനിമയായിരുന്നു ശരിക്കും ജാനമൻ. അതുകൊണ്ടാണ് ഈ പടം സംഭവിച്ചത്. ഇപ്പം അപ്പറിനെയും ദീപക്കും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പം നമുക്ക് കുറച്ച് പേർക്കൊക്കെ അതും വളരെ വൈകിയാണ് അറിഞ്ഞത്. എന്നാലും വളരെ സീക്രട്ടീവായിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഫൈനലി ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ജീവിതം പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും? ഞാൻ അപ്പറിനെയും ഇവിടെ വന്നപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ അപ്പറിന പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഇടപെടാറൊന്നുമില്ല, അങ്ങനെ കരിയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പോൾ 2 ആക്ടേഴ്സ് എന്നുള്ളത്? ഇപ്പോൾ അപ്പറിനയുടെ സിനിമ ഇപ്പം ആനന്ദ് ശ്രീബാല ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ആഴ്ച ദീപകിൻ്റെ സിനിമ വരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആക്ടേഴ്സ് ആയിട്ടുള്ളൊരു കെമിസ്ട്രി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാതെ? അങ്ങനെ ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പം ചില സമയത്ത് ഇപ്പം ഞാൻ അതായത് ഇത് കുറേ പേർക്ക് നമ്മൾ പ്രേമിച്ചു തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു കല്യാണം കഴിക്കുന്നതിന് മുന്നേ കുറച്ചു കാലം ഒരുമിച്ച് ഉണ്ടായിരുന്നു, നമ്മൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൃദുലിനൊക്കെ അറിയാം. ഒരു പ്രാവശ്യം കല്യാണത്തിനൊക്കെ കുറേ മുന്നേ എടാ നീ അപ്പഴായിട്ട് എന്താടാ, ഞാൻ പറഞ്ഞെന്താ ഞങ്ങൾ കല്യാണം കഴിക്കണോ, നീ കല്യാണം കഴിക്കോ, ഞാൻ പറഞ്ഞാ കഴിക്കടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോസ് ഒക്കെ വെച്ച് ഗെസ്സിംഗ് ഗെയിംസ് ഒക്കെ നടക്കും. ഞങ്ങള് മറ്റേ ഇവിടെ മാലദ്വീപ്സിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ കുറെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും, അവള് പിന്നെ പോസ്റ്റ് ചെയ്യും. പക്ഷെ ഇവരൊക്കെ പറയാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരും എടുത്ത് ഒരേ ബാക്ക്ഗ്രൗണ്ട്, ഒരാൾ ഇപ്പുറത്ത് എഡിറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെയിം ആണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറെ ഫോട്ടോസ് ഒക്കെ തന്നെ. പക്ഷെ അറിയുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ ഭയങ്കര സീക്രട്ടായിട്ട് വെച്ച പരിപാടിയൊന്നുമല്ല. ഇപ്പൊ എനിക്കറിയാമായിരുന്നു കല്യാണം കഴിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം സിനിമ ആ സമയം മുതലേ പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുന്നേയും ഇപ്പം മനോഹരം ചെയ്ത സമയത്ത് ഇപ്പം ഡാഡ എന്ന് പറഞ്ഞ സിനിമ
അത്യാവശ്യം തമിഴിൽ വർക്കൗട്ടായ സിനിമയാണ്. അപ്പോൾ ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഈ ഡാഡയുടെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പം ഞാൻ കേട്ട സമയത്ത് നീ കേട്ടോക്കെ എന്താ കേട്ടിട്ട് കുഴപ്പമില്ലെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ എന്താ നിനക്ക് തോന്നുന്ന പോലെ ചെയ്യാന്നുള്ള രീതിയിൽ ആണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അതിൽ ഭയങ്കരമായിട്ട് നീ ഉറപ്പായിട്ട് പരിപാടി ചെയ്യണം, ഭയങ്കര ഇതാണ്, അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഗൈഡൻസ് അങ്ങനെയൊന്നും ചെയ്തില്ല. ഇത് ഉറപ്പ്, ഇത് ചെയ്താൽ നീ ഭയങ്കര കഥയാണ്, ഇത് സെറ്റാവും എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ആ കഥ കേട്ടപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഇത് മലയാളത്തിലൊക്കെ മുന്നേയൊക്കെ ഇറങ്ങിയ പോലത്തെ ഒരു സിനിമയുടെ ഒരു കഥ പോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കുറെ കാലത്തിന് ശേഷം കുട്ടി തിരിച്ചു, അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ മലയാളത്തിൽ ഇറങ്ങിയിട്ട് വർക്കൗട്ടായ സിനിമകളാണ്. അപ്പം അതുപോലെയൊക്കെ ഉണ്ട്, നീ നോക്കിയിട്ട് തീരുമാനിക്കുക എന്നുള്ള സാധനം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫിലിം ഫെയർ ഒക്കെ കിട്ടിയല്ലോ. ഫിലിം ഫെയർ കിട്ടി, വർക്കൗട്ടായി. ഇപ്പം ഞാൻ പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യണമെന്നും പറഞ്ഞില്ല. നിനക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാതെ അങ്ങനെ വേറെ ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമകളാണെങ്കിലും അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പം കഥ കേട്ട് ഞാൻ ചില കഥ കേട്ടിട്ട് ഇത് കഥ വിശ്വസിച്ച് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കഥ കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ ചിലപ്പം പോവും. കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വർക്കൗട്ടാവില്ല, എന്താ ചെയ്യാ, കഞ്ഞി അരിയുണ്ടോ, അരി കുറവാണ്, എന്താ ചെയ്തേക്കാത്ത കോൺവെർസേഷനാണ്. അല്ലാതെ വേറെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റാവും, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി വരും, ഇപ്പോൾ അടുത്ത സ്റ്റാർഡം വരും, അങ്ങനെയൊന്നുമില്ല. അരി വാങ്ങിക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞ. ഇപ്പോൾ സൂക്ഷ്മദർശിനി കൂടാതെ ദീപകിന് ഇനി വരാനിരിക്കുന്ന സിനിമകൾ, ഇപ്പോൾ പൊന്മാൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇത് ബേസിലൂടെ തന്നെ ഞാൻ കണ്ടതാണ് സിനിമ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഐഡിയ. ഏതൊക്കെയാണ് പൊന്മാനും സൂക്ഷ്മദർശിനിയും അല്ലാതെ വരുന്നത്? പിന്നെ ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ, ഷൈൻ ടോം ചാക്കോവും വിൻസി ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ. പിന്നെ താമർ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ സിനിമയാണ്, ഇപ്പം തുടങ്ങിയിട്ടില്ല. 1001 നുണകൾ ചെയ്ത് നല്ല രസമുള്ള സിനിമയാണ്. സോണി ലിവിൽ അത് തിയേറ്റർ റിലീസായിരുന്നില്ല, OTT റിലീസായിരുന്നു. ഞാനത് ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ആ സിനിമ കാണുന്നത്. എൻ്റെ അടുത്ത് ആക്ച്വലി നമ്മൾ സൗണ്ടിലെ വൈശാഖ് ഉണ്ട്. അപ്പോൾ വൈശാഖാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനൊരു പരിപാടി ഉണ്ട്, അവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, കേട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കേൾക്കാമെന്ന് പറയാം. ഞാൻ പോയി കേൾക്കുന്ന പലഹാരം, മറ്റേ കാക്കനാട് പലഹാരത്തിൽ പോയിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ കേട്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിത് ഓക്കെയാണ്, ഞാൻ ഉറപ്പായിട്ട് ഇത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നാളെ മറ്റന്നാൾ ഞാൻ ഓക്കെ എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പടം ഞാൻ ചെയ്യാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ സിനിമയാണ്. രസമുള്ള സിനിമയാണ്. അതായത് ആ പുള്ളി സബ്ജക്റ്റ് നറേറ്റ് ചെയ്ത രീതിയും നമുക്ക് ഭയങ്കര വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനലി എത്തുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അവിടെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. ഇപ്പോൾ സിനിമ ആയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അത് അവിടെയൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പുള്ളി കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വർക്കൗട്ടായാൽ നല്ലൊരു സിനിമയായിരിക്കും. പൊന്മാനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പൊന്മാന് ശരിക്കും പൊന്മാൻ ആക്ച്വലി ഞാൻ ഇല്ലായിരുന്നു, ആ ക്യാരക്ടറിൽ ഞാൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ കല്യാണത്തിൻ്റെ കുറച്ച് മുന്നേ ആണ്, കുറച്ച് ദിവസം മുന്നേ, അതായത് ഇപ്പം ഇത് ഇറങ്ങിയിട്ടില്ല, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് റിലീസായിട്ടില്ല. മഞ്ഞുമൽ ബോയ്സ് റിലീസായി കഴിഞ്ഞാൽ കുറച്ച് പടങ്ങൾ എന്തെങ്കിലുമൊക്കെ പടം സംസാരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ പടങ്ങളൊന്നും, അതിന് മുന്നേ വേറെ പടങ്ങളൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ല, കല്യാണം വരാൻ വേണ്ടി പോവാ, പൈസയും ഇല്ല, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ എന്താ ചെയ്യാം, ബാക്കിയുള്ള പടങ്ങളിലെ പൈസകളൊക്കെ തീർന്നു, കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് ഞാനപ്പം തുടങ്ങാൻ പോകുന്ന കുറച്ച് സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാം, നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ പറയാം. അപ്പം ഞാൻ പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ സംസാരിക്കാം. അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ഡയറക്ടേഴ്സ് ദീപക് അങ്ങനെ അങ്ങോട്ട് എല്ലാവരെയും അപ്രോച്ച് ചെയ്യുന്നതാണ്, എപ്പോഴും അപ്രോച്ച് ചെയ്യാറുള്ള സാഹചര്യം പോലെയാണ്. അപ്പം അതായത് ഇത് എനിക്ക് നിവൃത്തി, അതായത് ഇപ്പൊ ഒരു 2-3 പടമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വേറെ ആള് പടം തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കാൻ നിൽക്കില്ല. കാരണം അവർക്ക് ഓൾറെഡി കാസ്റ്റൊക്കെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ എല്ലാം സെറ്റായിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിളിച്ച് അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും ചില സമയത്ത്. എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് വിളിച്ച് ചോദിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്യാറുമുണ്ട്, ചെയ്യുകയും ചെയ്യും. അത്
ഉറപ്പായിട്ട് സിനിമകൾ ഇപ്പം നമ്മളെല്ലാവരും ഓർത്തിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ആ സിനിമ ഇപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ കുറേ സക്സസ് സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഓർത്ത് വിളിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ ആരും ഓർക്കണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെട്ടെന്ന് മനസ്സിലുണ്ടാവുന്ന ആൾക്കാരൊക്കെയാണ് കാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ നമുക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഇപ്പം പ്രാവൻകൂടി ഷാപ്പിൻ്റെ ഡയറക്ടർ നമ്പർ എനിക്ക് അത് വൈശാഖിനെയാണ് തന്നത്. അപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ചു, ഞാൻ ശ്രീജിത്ത് പേര് ഞാൻ പറഞ്ഞത് അല്ല അൻവർ ഖാനെ ഞാൻ വിളിച്ചു. അൻവർ ഖാനാണ് എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. അൻവർ ഖാനെ ഞാൻ ചോദിച്ചു അത് പിന്നെ ഞാൻ ശ്രീജിത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, നമ്പർ ഞാൻ അയച്ചുതരാം, നീ വിളിച്ച് സംസാരിച്ച് നോക്കും, നേരിട്ട് വിളിച്ച് സംസാരിച്ച് നോക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം നേരിട്ട് ഞാൻ വിളിച്ചപ്പം ബ്രോ കാസ്റ്റിംഗ് ഒക്കെ ആയി ബ്രോ, അത് അങ്ങനത്തെ ഒരു ഇതാണ് ഓൾറെഡി ആയി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അല്ല അത് നമുക്ക് അതായത് ചിലപ്പം ഒന്ന് ആലോചിക്കട്ടെ, അതുപോലെ സംഭവിച്ച സിനിമയാണ് ഈ പറയുന്ന നമ്മുടെ ജോയിഷേട്ടൻ്റെ പടം പൊന്മാൻ. അതിൽ ആക്ച്വലി കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെ ഓഡീഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മറ്റേ ജോയിഷേട്ടനെ വിളിച്ചിങ്ങനെ സംസാരിച്ചു. ജോയിഷേട്ടനെ വിളിച്ച് സംസാരിച്ചു, എടാ അത് ഓൾറെഡി ഇങ്ങനെ നമ്മൾ പ്ലാൻ ഇവിടെയുള്ള ആൾക്കാരൊക്കെയാണ്, കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്, അപ്പോൾ കൊല്ലത്തിലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ജോയിഷേട്ടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ജോയിഷേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ ഒരു ഫോട്ടോ അയക്കുമോ, ഒരു ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോട്ടോ ലേറ്റസ്റ്റ് ഫോട്ടോ അയക്കാൻ വേണ്ടി, അപ്പോൾ ഞാൻ മുടി കുറച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന ഒരു ദിവസം വാ കൊല്ലത്തേക്ക്, അവർ അന്ന് പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്ക്. അപ്പം അങ്ങനെ പോയി സംസാരിച്ച് ഞാൻ ഒരു സീൻ ചെയ്യുകയും ചെയ്തു. ആ സിനിമയിൽ ആ സീൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഒരു ഓട്ടോയിൽ പോകുന്നൊരു സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ കുറേ സിനിമയിൽ അഭിനയിച്ചു എന്ന് ചോദിച്ചിട്ട് ബ്ലൈൻഡായിട്ടൊരു ക്യാരക്ടർ വിശ്വസിച്ചേൽപ്പിച്ച് കണ്ട കാര്യമില്ല. കാരണം ഉറപ്പായിട്ടും ഡയറക്ടറിന് നമ്മൾ അത് ആ ക്യാരക്ടർ എങ്ങനെ എന്നുള്ള രീതിയിൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും സിനിമയിൽ ചെയ്യില്ല, അങ്ങനെയല്ല, എൻ്റെ സാഹചര്യം കൂടിയാണ്. കാരണം ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ സിനിമകൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആ സമയത്ത് പരിപാടികളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ 2-3 സിനിമകൾ അഭിനയിച്ചു. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സന്ദീപ് എന്ന് പറഞ്ഞിട്ട്, അതായത് എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ളൊരു അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഇത്ര പൈസയുടെ ആവശ്യം വരും, നിൻ്റെ അടുത്ത് ഉണ്ടാവൂലേ? ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവും. ഞാൻ പറഞ്ഞു നീ എനിക്ക് ഈ പൈസ തരണം, ഈ പൈസ നീ എനിക്ക് തരണം. ഞാൻ എപ്പോൾ തരുന്നു പറഞ്ഞാൽ ഞാൻ തരും. കാരണം ഞാൻ ഒരു ദിവസം വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കടം വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടിരുന്ന, പക്ഷെ കടം വാങ്ങിക്കേണ്ട പരിപാടിയൊക്കെ നടന്നു. അപ്പം അങ്ങനെ സംഭവിച്ചാണ് ഈ സിനിമകളൊക്കെ. അതേപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കമൽ സാറിനെയും രജനി സാറുമായിട്ടുള്ള മീറ്റിംഗ് എങ്ങനെയായിരുന്നു? ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ, 2 വലിയ ലെജൻസ് ആണ് ഇന്ത്യൻ സിനിമയിൽ, ഇവരെ രണ്ടുപേരെയും കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇത് മഞ്ഞുമ്മൽ ബോയ്സ് റിലീസായി കഴിഞ്ഞിട്ട് ചിതു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ, ഇതിൻ്റെ അവൻ്റെ ഒരു ഫൈനൽ ഒരു ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൽ സാറിനെ കാണാമെന്നുള്ളതാണ്. ക്യൂവിൻ്റെ ഇൻ്റർവ്യൂ നമ്മളെ മനീഷേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചു. അപ്പോൾ അത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഒന്നുകിൽ ഡയറക്ടർ ആക്ടർ അവർ മെയിൻ സൗബിക്ക അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസർ അങ്ങനെ ആരെങ്കിലുമൊക്കെ പോയി കാണുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കാണണമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും പോയി, ഒരു ക്ലാസ് പോലെ ആയിരുന്നു. പുള്ളി അവിടെ ഇരിക്കുന്നു, നമ്മൾ എല്ലാവരും ബാക്കിലിരിക്കുന്നു, പുള്ളിയുടെ കുറേ സിനിമകളെ കുറിച്ച് പുള്ളി സംസാരിക്കുന്നു, നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്ത്? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മളിങ്ങനെ പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാസി എന്തൊക്കെയോ ചോദിച്ചു, ഞാൻ മിണ്ടാണ്ടിരിക്കാം, പുള്ളി പറയണ്ട. ഞാൻ ബാസിയോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇവനിങ്ങനെ മറ്റേ നമ്മൾ കേൾക്കാൻ കമൽ സാർ ഇങ്ങനെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടിരിക്കും. ഇവരെപ്പോഴും നീ മിണ്ടായിടാ സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പുള്ളി ഭയങ്കരമായിട്ട് ഈ ഗുണ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ അവരത്രയും റിസ്ക് എടുത്തിട്ടാണ് അതിലേക്ക് ഇറങ്ങിയതും. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ പല പല കുഴികളും ഉണ്ട് നമ്മൾ അറിയാത്ത. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ മണ്ണ് മൂടി ഗ്രില്ലൊന്നും ഇടാത്ത കുറെ കുഴികളുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും.
അപ്പോൾ അതൊക്കെ അവർ മാനേജ് ചെയ്ത് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതും നമ്മൾ മഞ്ഞുമല ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ കുഴി ഒറിജിനൽ കുഴി അവിടെ ഉണ്ടായിരുന്നു ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഈ മനിതനുണ്ടത് ആ കയറിയിട്ടൊക്കെ നിൽക്കുന്നത് നേരെ കുഴിയുടെ ഫ്രണ്ടിലാണ്. അത് അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ പുള്ളി പറഞ്ഞു. പിന്നെ അവിടുത്തെ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സാഹചര്യങ്ങൾ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. രജനി സാറിനെ കാണാൻ വേണ്ടി പോകുന്നത് തലേ ദിവസം നാളെ രജനി സാറിനെ കാണാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. അപ്പോൾ ചിതു എല്ലാവരോടും പറഞ്ഞു വൈകുന്നേരം. അന്ന് നമ്മൾ ചെന്നൈയിൽ സോമസെറ്റിന്റെ താഴെ എന്താണ് റേഡിയോ റൂമിൽ എല്ലാവരും. അപ്പോൾ ഭയങ്കര ലേറ്റായിട്ട് ചിതു എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും, വരുന്നവരാരാന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അലാമൊക്കെ നേരത്തെ വെച്ച് സെറ്റ് ചെയ്ത് കിടന്നിട്ട് രാവിലെ ആകുമ്പോൾ ഈ അലാം അടിക്കുന്നത് ഇതെന്തിനാ അലാം അടിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. ഇതെന്തിനാ ഇപ്പം അലാം അടിക്കുന്നത്, നമ്മള് ചിന്തകളിലേക്കേ പോകുന്നില്ല. എന്നിട്ട് ഞാൻ അലാം ഓഫ് ചെയ്ത് ഞാൻ വെച്ചവിടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് അയ്യോ രജനി സാറിനെ കഴിഞ്ഞ എൻ്റെ മനസ്സിൽ ഇവരൊക്കെ പോയി എന്നുള്ള. ഞാൻ ചിതുവിനെ വിളിച്ചപ്പോൾ താഴെയുണ്ട് 5 മിനിറ്റിൽ റെഡി ആവുകയാണെങ്കിൽ 5 മിനിറ്റ് വരെയാണ് പോവാന്ന് പറഞ്ഞു. താഴെത്തിട്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയത് അവർക്ക് കാര്യം. പക്ഷെ ടപ്പായിട്ട് പോയിട്ട് രജനി സാറിൻ്റെ വീട്ടിൽ പോയ സമയത്ത് നമ്മളെല്ലാവരും ഇരിക്കുക പുറത്ത്. അതായത് പുള്ളിയുടെ ഓഫീസിൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും മോരുണ്ട്. അവരറിഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ ഇത് അറിഞ്ഞു തന്നാണ് മോര്, സത്യമായിട്ട്. പക്ഷെ അത് ചൂട് ആ സമയത്ത് അവിടെ മോരൊന്നും കൊടുക്കാറ് പോലും എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും മോര് കുടിച്ച് 2 ഗ്ലാസ് മോര് കുടിച്ചിട്ടാണ് രജനി സാറിനെ കാണല. അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന സ്പീഡില്ലേ പുള്ളിയുടെ നടത്തത്തിൽ സെയിം സ്പീഡാണ്. പുള്ളി തുറന്ന് വരുന്നു, അവിടെ ഇരിക്കുന്നു, കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നു, ഇവിടെ വെക്കുന്നു. ആകെ എനിക്ക് തോന്നിയ പുള്ളി പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഊരിയിട്ട് ഈ കണ്ണിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒപ്പുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയൊക്കെ സ്പീഡ് എന്നൊക്കെ പറയാൻ വർത്താനത്തിലും എല്ലാത്തിലും ഭയങ്കര സ്പീഡ്. പുള്ളി വരുന്നതും നോക്കുന്നതും ഒക്കെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ്. അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ സിനിമ കണ്ടിട്ട് പുള്ളി അത്രയും സംസാരിച്ചു. അതായത് ആ കൂട്ടത്തില് ചന്ദുവിനാണ് ആകെ മനസ്സിലായത് പുള്ളിക്ക്. അതായത് നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ഏകദേശം എല്ലാവരും കാണുമ്പോൾ നമ്മള് സ്ഥിരം കാണുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഇതുവരെ സിനിമയിലും പുള്ളി കണ്ടിട്ടുണ്ടാവില്ല. ചന്ദുവിന് മനസ്സിലായി, ചന്ദുവിന് കറക്റ്റ് ആ ഫിഗർ മനസ്സിലാവല്ലോ. അപ്പൊ ചന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. എല്ലായിടത്തും സംസാരിച്ചു പുള്ളി. അത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. അപ്പോൾ താങ്ക് യു ദീപക്. ഓൾ ദി ബെസ്റ്റ്, വെരി ബെസ്റ്റ് ഫോർ സൂട്ട് പ്രദർശനം. താങ്ക് യു.